കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് അടച്ചിട്ട കാഷ്വാലിറ്റി ഇതുവരെ പ്രവർത്തന സജ്ജമായില്ല. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. താൽക്കാലികമായി ഒരുക്കിയ കാഷ്വാലിറ്റിയിൽ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും അസൗകര്യങ്ങളിൽ വീർപ്പ് മുട്ടി കഴിയേണ്ട അവസ്ഥയാണ്. മഴയല്ല, അവിടെ രോഗികൾ കൂടുതലാണ്. രോഗികൾ കൂടുന്നതിനനുസരിച്ചുള്ള ഒരു കപ്പാസിറ്റി, ഈ സ്ഥല സൗകര്യവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അതൊരു വലിയൊരു വൈഷമ്യമുള്ള കാര്യമാണ്. രോഗിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രോഗി ആരാണ്, രോഗിയുടെ കൂടെയുള്ള ആരാണ്, രോഗിനെ വിളിക്കാനാണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും കൂടിക്കലർന്നും കൊണ്ടുള്ള ഒരിതാണ്. അതെന്താ അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ നേരത്തെ ആ കത്തിയൻ്റെ പേരിൽ ഇവിടെ അത് നന്നാക്കി എടുക്കുന്നില്ല എന്നുള്ളൊരു ഇതാണ്. അതിൻ്റെ ഒരു സാവധാന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. PMSSY ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായതിനു ശേഷമാണ് കാഷ്വാലിറ്റി പ്രവർത്തനം നിലച്ചത്. പിന്നീട് പഴയ ബ്ലോക്കിൽ താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കി കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ അവിടെ ഇപ്പോൾ രോഗികൾക്ക് നിന്നു തിരിയാൻ സ്ഥലമില്ല. കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്: പ്രവർത്തനം നിലച്ചുപോയ കാഷ്വാലിറ്റി എന്നാണ് വീണ്ടും പുനരാരംഭിക്കുക? മെയ് 2-നുണ്ടായ അപകടത്തിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. എല്ലാം ഉടനടി ശരിയാക്കി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ. ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധാരണ നിലയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയും. കാരണം എല്ലാം പരിശോധിച്ച് മറ്റ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അവിടെ 3 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പരമാവധി 2-3 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രവർത്തനം നിലച്ചിട്ടിപ്പോൾ മാസം 2ആയി. 195 കോടി രൂപയിൽ PMSSY ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ HLL ഹൈറ്റ്സ് എന്ന ഏജൻസി തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. എല്ലാ ബ്ലോക്കിലെയും വയറിങ്ങുകൾ പൂർണ്ണമായും റിപ്പയർ ചെയ്ത് ശരിയാക്കണം. PWDയുടെ പരിശോധനകൾ നടക്കണം. പണി പൂർത്തിയായാൽ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധനയും നടത്തണം. ഫയർ ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഇനിയൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കെട്ടിടത്തിന് വീണ്ടും NOC ലഭിക്കുകയുള്ളൂ. അതായത് പിടിപ്പത് പണി ഇനിയും പൂർത്തിയാവാനുണ്ടെന്ന് സാരം. താൽക്കാലിക കാഷ്വാലിറ്റിയിൽ എത്തുന്നവർ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുമ്പോഴും പുതിയ കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കുന്നതിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള സമൂഹ ഡോക്ടറെ വിളിപ്പിച്ച് കേൾക്കാം, കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളെയും തകർക്കുവാനുള്ള ഒരു ഗൂഢാലോചന, സർക്കാർ സ്പോൺസേഡ് കോൺസ്പിറൻസി നടക്കുന്നതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ കൃത്യമായ പ്രവർത്തനം നടക്കാത്തത്. 2-3 ദിവസം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് തുറന്നു പ്രവർത്തിക്കാനാവില്ലെന്ന് ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നത് എല്ലാവരും ഉയർത്തുന്നൊരു ചോദ്യമാണ്. രോഗികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. വിനോദ് മൊറായ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഇംതിയാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഈ 2-ാം തീയതി കാര്യങ്ങളൊക്കെ ശരിയാവും, എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാവും. ഈ വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്ന്, എപ്പോൾ എന്നതാണ് ചോദ്യം. സാധാരണ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്നത്. ആരോഗ്യവകുപ്പിന് ഇനി ഇതിൽ എന്ത് വിശദീകരണമാണാവോ നൽകാനുള്ളത് ഈ വൈകൽ? മൂർത്തി, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി 3 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി സാധാരണ നിലയിലേക്ക് വരുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യം. എന്നാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മാസം പിന്നിടുകയാണ് പുതിയ കാഷ്വാലിറ്റി, അതായത് PMSSY ബ്ലോക്കിലെ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം നിലച്ചിട്ട്. അവിടെ തീപിടുത്തമുണ്ടായി. അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് വീണ്ടും ഒരു തീപിടുത്തം ആ കാഷ്വാലിറ്റി ബ്ലോക്കിലെ മറ്റൊരു നിലയിൽ PMSSY ബ്ലോക്കിൽ ഉണ്ടാവുന്നത്. അതേ തുടർന്ന് വലിയ ആശങ്ക പിന്നീടും ഉണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ആ തീപിടുത്തം ഉണ്ടായി എന്ന കാര്യത്തിലൊന്നും അന്നൊരു വ്യക്തത വരുത്തിയിരുന്നില്ല. പിന്നീട് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ അവിടെ പോയി സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പളെയും ഒക്കെ കാണാൻ ശ്രമിച്ചു. പക്ഷേ അവരെയൊന്നും അവിടെ എത്തിക്കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ മറ്റു വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിവരങ്ങളൊക്കെ തേടിയത്. അപ്പോൾ അറിയുന്ന ഒരു കാര്യം, അവിടെ ഇപ്പോൾ HLL ഹൈറ്റ്സ് എന്ന ഏജൻസി, അതായത് ഈ PMSSY ബ്ലോക്കിന്റെ തന്നെ നിർമ്മാണം 195 കോടി രൂപയിൽ പൂർത്തിയാക്കിയവർ ഇപ്പോൾ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ നിലകളിലെയും, ഈ ബ്ലോക്കിലെ മുഴുവൻ നിലകളിലെയും വയറിങ്ങുകൾ കൃത്യമായി പുറത്തെടുത്ത് പരിശോധിക്കണം. അതായത് കുറെ കൂടെ ലളിതമായി പറഞ്ഞാൽ എല്ലാ ചുമരുകളിലുമുള്ള സ്വിച്ച് ബോർഡുകൾ അടക്കം പുറത്തെടുത്ത് അതിന്റെ വയറിങ്ങുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി പരിശോധിച്ച് അതെല്ലാം റിപ്പയർ ചെയ്ത്
അതായത് പുനഃസ്ഥാപിക്കണം. അങ്ങനെ പുനഃസ്ഥാപിച്ചത് കൊണ്ട് മാത്രമായില്ല, അതെല്ലാം കഴിഞ്ഞ് അവിടെ PWDയുടെ പരിശോധന നടത്തണം. ആ രീതിയിൽ എന്തെങ്കിലും വർക്കുകൾ പൂർത്തീകരിക്കണമെങ്കിൽ അതും പൂർത്തിയാക്കണം. അതും കഴിഞ്ഞ് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് അവിടെ പരിശോധന നടത്തി എല്ലാം ഓക്കെയാണ് എന്ന് ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ അതിന് വീണ്ടും NOC ലഭിക്കുകയുള്ളൂ. ഈ NOC ലഭിച്ചാൽ മാത്രമേ അവിടെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഇതിന് എത്ര ദിവസം വേണം, എത്ര നാൾ കൂടെ ഇതിന് കാത്തിരിക്കണം എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ അധികൃതർക്ക്, ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ മറുപടി ഇല്ലാത്തത് എന്നതിലാണ്. ഒരു മറുപടി വേണമല്ലോ ഇംതിയാസെ, നമ്മൾ ആ മറുപടിക്കായി കാത്തിരിക്കുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെയെങ്കിലും അത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് കരുതാം. എപ്പോഴേക്ക് ഇത് തുറന്നു കൊടുക്കുമായിരിക്കും, കൃത്യമായി ഈ പറഞ്ഞ പണികൾ എല്ലാം തീർക്കുന്ന ദിവസം എന്നായിരിക്കും എന്നത് ആരോഗ്യമന്ത്രി തന്നെ പറയണം. ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ, നമ്പർ 1 ആരോഗ്യ കേരളമല്ലേ. അപ്പോൾ ആ മറുപടിക്കായി നമ്മൾ കാത്തിരിക്കും.